ഇനിയിപ്പം നമുക്ക് കളരി പഠിച്ചിട്ട് ഈ വഴി കൂടെ പോകാൻ പറ്റും. ഇടത് മാറി ഹൊയ്, വലത് മാറി ഹൊയ്, വലതുകാല് പൊക്കി ഹൊയ്. അങ്ങനെ പതിയെ 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 ചാടി ചാടി പോവാം. ഞാൻ മാറ്റി പിടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ എനിക്ക് ഇടത്തോട്ട് മാറണം. സ്റ്റാൻഡ് സ്റ്റാൻഡ് സ്റ്റാൻഡ്. मेरा नाम बंकट थोड़के വെങ്കട്ട് തോടുക്കെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. इधर मुखिया तालुके का मुखिया, गांव का सरपंच. अच्छा सरपंच है, मुख्य तालुका सरपंच है. हाँ, तालुका सभापति, माजी सभापति और गांव का माजी सरपंच മീൻസ് അതായത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അദ്ദേഹം. അപ്പോൾ ഇവർ എന്നെ വഴിയിൽ വെച്ച് കണ്ട് ആ ഭാഗത്ത് വെച്ച് കണ്ട് ടൗണിൽ ഇതിൻ്റെ അപ്പുറത്ത് ടൗണാണ്. टाउन से देखा था वो, बाद में मेरे पीछे आके मेरे को रुक दिया. बाद में आपका नाम क्या है? मेरा नाम संदीप पाटिल. हम दुर्गा माता दौड़ करके महाराष्ट्र में जो निकलती है, अच्छा, उस दुर्गा माता दौड़ कर गए थे. अच्छा. रास्ते में ये हमको दिखे. ഹലോ നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര അങ്ങ് ആരംഭിക്കുകയാണ്. കോടയൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട്. പുൽമേടുകളും മലകളും നായ്ക്കട ശല്യവും ഒക്കെ ആയിട്ടുള്ള വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. അപ്പം നല്ല കോട മഞ്ഞൊക്കെ ഇറങ്ങി കയറിപ്പോയി. ഇനി അടുത്ത കോട വരുന്നതിന് മുമ്പ് ഈ ഇറക്കം ഇറങ്ങണം. ചെറിയ വെട്ടമൊക്കെ ഉള്ളൂ. സമയം 7 മണിയോളമായി. എന്നിട്ട് ഇവിടെ കോടയൊന്നും ഇറങ്ങിയിട്ടില്ല. കോട നന്നായിട്ട് കോടയുണ്ട്. രാവിലത്തെ വണ്ടി കോലാപ്പൂരിനുള്ള വണ്ടിയാണ്. പുതിയ റോഡാണ്, അതുകൊണ്ട് അടിപൊളിയാണ്. വണ്ടി ഫോറസ്റ്റ് ഏരിയ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇടത്ത വശത്ത് ഫോറസ്റ്റ് ഓഫീസാണ് കാണുന്നത്. എന്തോ പാർക്ക് എന്തൊക്കെ ആയിരുന്നു. തുമ്മിക്കോ നന്നായിട്ട് തുമ്മിക്കോ. കുറച്ച് കഴിഞ്ഞ് ഇറക്കാം. അപ്പത്തെ നമ്മളൊരു കാടിറങ്ങാൻ പോവാണ്. ഒരു ചെറിയ ഇറക്കം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണെന്നറിയില്ല. ചെറുതായിരിക്കും, വലുതായിട്ട് തോന്നുന്നില്ല. പക്ഷേ റോഡ് മുഴുവൻ പോയി കിടക്കുന്ന റോഡാണ്. പണി നടക്കുന്നതേ ഉള്ളൂ. ഗോവയിൽ നിന്ന് ഇവിടം വരെയുള്ള ഗഗൻബാവട വരെയുള്ള റോഡ് മാത്രമേ ഉള്ളൂ ശരിയാക്കിയിട്ടുള്ളൂ. അത് കഴിഞ്ഞുള്ള റോഡൊക്കെ ഈ പരുവത്തിലാണ്. ഇനി അങ്ങോട്ട് പോയി നോക്കാം എങ്ങനെയാണ് അവസ്ഥയെന്ന്. കാടിനുള്ളിലെ റോഡല്ലേ, അപ്പോൾ അതിൻ്റേതായ കുഴപ്പങ്ങൾ കാണും. ഇടത്തുവശവും വലത്തുവശവും ഒക്കെ കൃഷി സ്ഥലങ്ങളുണ്ട്. ഗ്രാമങ്ങൾ, ചെറു ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. 5-6 വീടുള്ള ഗ്രാമങ്ങൾ. നെൽകൃഷിയാണ്. ഇടത്തുവശവും വലത്തുവശവും എല്ലാം വലത്തുവശത്ത് കരിമ്പ് കൃഷി, ഇടത്തുവശത്ത് നെൽകൃഷി.
മരങ്ങൾ നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇത് കാടാണ്. കാടല്ല, ഒരു ദിവസം മുഴുവൻ കരിമ്പ് കൃഷി. ഇതുണ്ട് ഇവിടുത്തെ ഒഫീഷ്യൽ ഡ്രസ് ഇട്ടിരിക്കുന്ന കാരണവരൊക്കെ ഉണ്ട്. ഒരു പോത്തുകളുടെ സംസ്ഥാന സമ്മേളനത്തിന് വന്നതാണ് ജംഗ്ഷനിലോട്ട്. 3 സൈഡിൽ നിന്നും പോത്തുകളുമായിട്ട് ആൾക്കാർ വരുന്നു. അവർക്ക് കിട്ടുന്നത് ലക്ഷങ്ങളാണ്. ഒരു വർഷത്തെ പോത്തിനെ വേറെ ഒന്നുമില്ല, കുട്ടീനെ വാങ്ങിച്ച് വിടുക, ബാക്കിയൊക്കെ പ്രകൃതി തരും. 1.5 വർഷം കഴിയുമ്പോൾ സാധനത്തെ വിൽക്കും. അപ്പോൾ ഒരു 3 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കിട്ടും. ബസ് ബ്ലിങ്ക സ്ലിങ്ക ബ്ലിങ്ക. क्या करेगा भाई? പുള്ളി ഇരുന്ന് ചിരിക്കുന്നു ഡ്രൈവർ. കാരണം ഇനി അങ്ങോട്ട് കുഴിയിൽ കുഴിയിലോട്ടാ ചാട്ടം. ഇവിടെ ഒരു വീടുകളുടെ ഒരു ഇത് കാണുന്നുണ്ട് കേട്ടോ. ഇതൊരു ചെറിയ ഗണപതി ക്ഷേത്രമാണ്. വലത്തെ സൈഡിലൊരു ഗ്രാമം കാണുന്നുണ്ട്. പാടത്ത് രാവിലെ തന്നെ പുല്ല് എത്തുന്ന ആൾക്കാരുണ്ട്. എന്തോ മരുന്നുകൾ പറിച്ചെടുക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ധാരാളം പച്ചമരുന്നുകളുണ്ട്. അതൊക്കെ പറിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിരുന്നു. ഇനിയിപ്പം നമുക്ക് കളരി പഠിച്ചിട്ട് ഈ വഴി കൂടെ പോകാൻ പറ്റും. ഇടത് മാറി ഹൊയ്, വലത് മാറി ഹൊയ്, വലതുകാല് പൊക്കി ഹൊയ്, അങ്ങനെ പതിയെ 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 ചാടി ചാടി പോവാം. ഞാൻ മാറ്റി പിടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ എനിക്ക് ഇടത്തോട്ട് മാറണം. സ്റ്റാൻഡ് സ്റ്റാൻഡ് സ്റ്റാൻഡ്. ഇവിടെ മിക്കവരും സ്റ്റാൻഡ് തട്ടാതെ ഒറ്റ പോക്കാം. അപ്പുറത്തെ ഒരു ശുനകകുമാരൻ വരും. ശ്വാനകുമാരി, ശുനകിയാണ്, ശുനകി. അപ്പോൾ ഇനിയിപ്പം നിർത്തിയിട്ട് ഈ ഗ്രാമപ്രദേശത്തെ ഒരു കരിമ്പ് കൃഷിയും നെൽകൃഷിയും കാണിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോകാം. ഇത് കണ്ട നെല്ല് വിളയാറായി കിടക്കുന്ന നെല്ല് കണ്ട. ഇങ്ങനത്തെ കൃഷിയാണ് ചെറിയ അവരുടെ ആവശ്യത്തിനുള്ള നെൽകൃഷി. ഇതൊരു വീട്ടിലോട്ടുള്ള ആവശ്യത്തിനുള്ളതല്ല. അത് കരിമ്പ്, ഫുള്ള് കരിമ്പാണ് കേട്ടോ. മറ്റെല്ലാം കരിമ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റോഡിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ കരിമ്പാണ്. ഇവിടെയെല്ലാം കരിമ്പ് കൃഷിയാണ് കണ്ട. അതിൻ്റെ ഇടയിൽ നെൽകൃഷിയുണ്ട് കേട്ടോ. അങ്ങറ്റത്ത് നെൽകൃഷിയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വലിയ ബസ്സുകളാണ് ഇതിലെ വരുന്നത്. ഇത് ഗോവയ്ക്ക് പോകുന്ന വണ്ടികളാണ്. അവരെല്ലാം ഭയങ്കര സ്നേഹമാണ് കേട്ടോ. കാരണം അപ്പോൾ ഇതിലല്ലേ പതിയെ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മളോട് ചിരിച്ചൊക്കെ കാണിച്ചാണ് പോകുന്നത്. അപ്പോൾ ഈ നെൽകൃഷിയും കരിമ്പ് കൃഷിയുടെയൊക്കെ ഇടയ്ക്കൂടെ രാവിലെ 7 മണി ആവുന്നതേ ഉള്ളൂ. ചേട്ടേ അങ്ങനെ തലയിൽ മൊത്തം കാട് പ്രദേശമാണ്. അതിൻ്റെയൊക്കെ മുകളിൽ കോടമഞ്ഞ് കാണാം. ഇവിടെ നമുക്ക് കോട മാറിയെന്ന് തോന്നുന്നു. ഇനി നിരപ്പായ കുറച്ച് സ്ഥലം കിട്ടുന്നതുകൊണ്ട് നമുക്ക് പതിയെ അങ്ങ് ചവിട്ടിപ്പോവാം. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. വളരെ മനോഹരമായ ഒരു നെൽവയൽ കണ്ടോ. അതിൻ്റെ മുകളിലൊരു വീട്. കുന്നിൻ ചെരുവിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. നല്ല രസമുണ്ട്. അവിടെ ഒരു വീടുണ്ട്. ഒരു ചെറിയ മൺവഴി വീട്ടിലോട്ട്. ഞാനൊരാളെ കാണിച്ചു തരാം. ആ മരത്തിൻ്റെ ചോട്ടിൽ കല്ലിൻ്റെ മുകളിൽ ഒരാളിരിപ്പുണ്ട്. മഴക്കാറ് വന്നിട്ടും പീലി വിരിച്ചാടാൻ പറ്റാതെ നിൽക്കുന്ന ഒരാൾ. ഒരു മയിലാണ്.
നനഞ്ഞതുകൊണ്ട് മൊത്തത്തിൽ അത് അനങ്ങാൻ മേലാതെ നിൽക്കുകയാണ് ആ പാറയുടെ മുകളിൽ. അപ്പോൾ അവനെ കണ്ടപ്പോഴത്തേനൊന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നി, അതുകൊണ്ട് എടുത്തതാണ്. നനഞ്ഞ് നിൽക്കുകയാണ്, അതുകൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ശരി, നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. വന്ന വഴിക്ക് കണ്ട ഒരു ഗ്രാമമാണ്. പക്ഷേ ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ കണ്ടോ? ഈ അവസ്ഥയുള്ള റോഡിൽ കൂടിയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം കരിമ്പ് കൃഷിയാണ് കൂടുതലും. ഈ സൈഡിലെല്ലാം കരിമ്പ് കൃഷിയാണ്. പിന്നെ നെൽവയലുണ്ട്, അത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള നെൽവയലാണ്. ഇതുകൊണ്ട് ഇവിടെ മുഴുവൻ കരിമ്പ് കൃഷിയാണ്. നല്ല രസമുള്ള പച്ചപ്പാണ് കാണുന്നത്. അപ്പോൾ ഈ വഴിയെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഫ്രണ്ടിലെല്ലാം കരിമ്പ് കൃഷിയും നെൽവയലും ഒക്കെയാണ്. ഇത് ഈ ഭാഗത്തെ ഒരു 10 കിലോമീറ്റർ വന്നു കഴിഞ്ഞപ്പോഴത്തേനുള്ളൊരു ചെറിയ ടൗണാണ്. ഇവിടെ ഒരു ബാറും കുറേ ഷോപ്പുകളും എല്ലാം ഉണ്ട്. പക്ഷേ ഒന്നും ആക്റ്റീവല്ല, താമസിച്ചേ എല്ലാം തുറക്കത്തുള്ളൂ, നേരത്തെ അടയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഈ കുന്നും മലയൊക്കെ കയറി വേണം നമുക്ക് പോകാൻ. കണ്ടത് കണ്ടോ? ആ ഏരിയയിൽ കൂടെ വേണം പോകാൻ. അപ്പോൾ പതിയെ നീങ്ങുകയാണ്. നമ്മൾ കോലാപ്പൂർക്കുള്ള യാത്രയിലാണ്. അപ്പോൾ മലയോര മേഖലയാണ് കേട്ടോ. അവിടെ കൃഷി ചെയ്തിരിക്കുന്ന നെൽവയൽ കണ്ടോ? എത്ര മനോഹരമാണെന്ന് നോക്കിയേ. വെട്ടുകല്ലിൽ തീർത്ത ചെറിയ ചെറിയ വീടുകൾ, അവയുടെ മുൻപിലായിട്ട് വലിയ പാടശേഖരം. ഇതുണ്ടോ? നെല്ല് വിളഞ്ഞ് കിടക്കുന്ന നെല്ലാണ്. ഇതുണ്ടോ? നെല്ല് വിളഞ്ഞ് കിടക്കുന്ന നല്ല രസമുള്ള കാഴ്ച, സന്തോഷം നൽകുന്ന കാഴ്ച. ഇവരുടെ ആവശ്യങ്ങൾക്കുള്ള നെല്ലാണ് ഇവർ കൃഷി ചെയ്യുന്നത്, അല്ലാതെ വെളിയിൽ കൊടുക്കാനായിട്ട് നെല്ല് കൃഷി ചെയ്യാറില്ല. ഇതുണ്ടോ? ഇത് നല്ല ഉയരമുള്ള നെല്ലാണ് കേട്ടോ. ഏകദേശം 2 അടിയോളം ഉയരമുള്ള നെല്ലാണ്. അതുപോലെ തന്നെ ഈ സൈഡിൽ മുഴുവൻ കരിമ്പ് കൃഷിയാണ്. ഇവിടെ ഒരു വലിയ കരിമ്പ് ഫാക്ടറിയൊക്കെ കണ്ടു, പക്ഷേ ഉള്ളിലായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടെയെല്ലാം ബാക്കി സ്ഥലം മുഴുവൻ ഇവർ കരിമ്പ് കൃഷി ചെയ്യുകയാണ്, കാരണം ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്. അതുപോലെ തന്നെ മലനിരയാണ് ആ പുറകിൽ കാണുന്നത്. അതിൻ്റെ അടുത്ത് വരെ കരിമ്പ് കൃഷി കാണാം. ഇവിടെ നെൽപ്പാടമാണ് കേട്ടോ. ഇതിച്ച് താഴ്ന്ന പ്രദേശം, ഇത് വീടിനോട് ചേർന്നുള്ള പ്രദേശമാണ്. ഇതുണ്ടോ? നെൽവയലാണ്. പക്ഷേ റോഡ് തീരെ മോശമാണ്. ഇത് ഹൈവേ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ട് റോഡ് തീരെ മോശമാണ്. അതുകൊണ്ട് മഴയും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞിനെയൊക്കെ നമ്മൾ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. രാവിലെ തൊട്ട് മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്, കാരണം മറ്റൊന്നുമല്ല, ഈ സൈഡിൽ നിന്ന് മാത്രം ഒരു തുറവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരള ടു കാശ്മീരിൻ്റെ ഒരു ബാനർ അടിച്ചുകൊണ്ട് അതും കെട്ടിയാണ് ഈ യാത്ര. കുഞ്ഞിക്കും സേഫ്റ്റി, മറ്റുള്ളവർക്ക് അറിയുകയും ചെയ്യാം നമ്മൾ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് പേരെ വഴിയിൽ പരിചയപ്പെടാൻ പറ്റുന്നുണ്ട്. കുറേ ലോറികൾ നിർത്തി ഡ്രൈവർമാർ സംസാരിച്ചിട്ടാണ് പോയത്. കാരണം ഇന്നലെ ഘാട്ട് കയറി വരുന്നത് കണ്ട കുറേ ലോറിക്കാരുണ്ട്. അവർ തിരിച്ച് ലോഡുമായിട്ട് പോവുകയാണ്. അപ്പോൾ ആ മലയുടെ മുകളിലൊക്കെ ഇത് ആൾതാമസമുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ ഒരു റിസോർട്ടാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ റിസോർട്ട് ഏരിയയാണ്. എപ്പോഴും ഇങ്ങനെ നമ്മുടെ ഹൈ റേഞ്ച് മേഖലയിലുള്ള ആ പൊടി മഴ എപ്പോഴും കാണും. അത് കഴിയുമ്പോഴത്തേനും ഒരു കോടമഞ്ഞ് വരും, പിന്നെ ഒരു പൊടിമഴ, പിന്നെ ഒരു കോടമഞ്ഞ്. അങ്ങനെ ഈ കാലാവസ്ഥയിൽ, ഈ തണുത്ത കാലാവസ്ഥയിൽ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ദേശീയ പതാക ഈ നെൽവയലിന് സമീപം ഇങ്ങനെ പാറിക്കളിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിടത്തുനിന്ന് ഇപ്പോൾ 10-20 കിലോമീറ്റർ ഇങ്ങ് പോന്നു. അപ്പോഴത്തെ ഇവിടെ കാണാൻ പറ്റുന്നൊരു കാഴ്ച, മനോഹരമായ ഒരു നെൽവയൽ. അത് ചെറിയ ദൂരമല്ല, ഇത്രയും നേരം നമ്മൾ കണ്ടത് ചെറിയ ചെറിയ നെൽവയലുകളായിരുന്നു. ഇപ്പോൾ ഇത് വിളഞ്ഞു കിടക്കുന്ന വലിയ ദൂരത്തിലുള്ള ഒരു നെൽവയലാണ്. ആ പ്രദേശത്ത് മുഴുവൻ കാണുന്നത് കരിമ്പിൻ തോട്ടമാണ്. ആ കാണുന്നത് മൊത്തം കരിമ്പിൻ തോട്ടം. എൻ്റെ പുറകിലോട്ട് നോക്കിയാലും കരിമ്പിൻ തോട്ടം. പക്ഷേ ഈ കരിമ്പിൻ തോട്ടത്തിൻ്റെ എല്ലാ ഇടയിൽ കുറേശ്ശെ നെൽകൃഷിയുണ്ട്. അപ്പോൾ നമ്മുടെ സൈക്കിൾ അങ്ങേ സൈഡിലാണ് ഇരിക്കുന്നത്. ഈ നെൽകൃഷി കണ്ടപ്പോഴത്തേനും ഞാൻ അറിയാതെ സൈക്കിൾ നിർത്തിയതാണ്. ഇതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ വേറൊരു നെല്ല് പോലത്തെ വേറൊരു ഇതുകൂടെ വളർന്ന് നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് തിനയാണെന്ന് തോന്നുന്നു. തിന, കിളികൾക്കുള്ള തിനയും കൂടി ഇവർ ബോർഡറിൽ ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. ഏതായാലും മനോഹരമായ ഈ കാഴ്ച, മലയടിവാരത്തെ ആ ഒരു വലിയ നെൽവയൽ കണ്ടപ്പോൾ നിർത്തിയതാണ്. തട്ട് കൃഷിയാണ്. ഇവിടുന്ന് വെള്ളം കയറ്റി വിട്ട് താഴോട്ട് ഒഴുക്കി വിട്ട് കരിമ്പുന്തോട്ടം വരെ വെള്ളം ചെല്ലുന്ന രീതിയിലുള്ള ഒരു കൃഷിയാണ്.
അപ്പോൾ മഴക്കാലത്ത് മാത്രമാണ് ഇവിടെ കൃഷിയുള്ളത്. കാരണം വേനൽക്കാലത്ത് തികച്ചും ഉണങ്ങിക്കിടക്കുന്ന ഒരു പ്രദേശമാണിത്. അപ്പോൾ ശരി, ഈ കാഴ്ച കണ്ട് നമ്മൾ പതിയെ മുമ്പോട്ട് പോവുകയാണ്. മഴയാണ്. മഴ ഇപ്പോൾ 2-3 മഴ പെയ്തു. കുഞ്ഞിനെ പിന്നെയും ഞാൻ മൂടിക്കെട്ടി. കുറച്ച് നേരം ഇറക്കി നടത്തുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെയും മൂടിക്കെട്ടി. അപ്പോൾ ശരി, യാത്ര തുടരാം. അപ്പം നമ്മൾ ഗഗൻബോഡയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ വന്നപ്പോഴത്തേന് ഇവിടുത്തെ താലൂക്കിലെ മുഖ്യ കാര്യകർത്താന താലൂക്ക വെങ്കട്ട് തോടുക്കെ അപ്പോൾ അവരെ കാണാൻ പറ്റി. സാബ് ജി ആപ്കാ നാം ക്യാ ഹൈ? मेरा नाम बंकट थोड़गे വെങ്കട്ട് തോടുക്കെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. इधर मुखिया तालुके का मुखिया गांव का सरपंच। अच्छा सरपंच है, मुख्य तालुक का सरपंच है। हाँ, तालुका सभापति माजी सभापति और गांव का माजी സർപഞ്ച് മീൻസ് അതായത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അദ്ദേഹം. അപ്പോൾ ഇവർ എന്നെ വഴിയിൽ വെച്ച് കണ്ട് ആ ഭാഗത്ത് വെച്ച് കണ്ട് ടൗണിൽ ഇതിൻ്റെ അപ്പുറത്ത് ടൗണാണ്. टाउन से देखा था वो, बाद में मेरे पीछे आके मेरे को रुक दिया. बाद में आपका नाम क्या है? मेरा नाम संदीप पाटिल है। हम दुर्गा माता दौड़ करके महाराष्ट्र में जो निकलती है, अच्छा, उस दुर्गा माता दौड़ कर गए थे। अच्छा। रास्ते में ये हमको दिखे। मैं थोड़ा इनके बारे में बताता हूं। ओके। ये इनका नाम थोड़गे साहब है। ये हमारे यहाँ के सोशल वर्कर है, पॉलिटिक्स भी है, लेकिन पॉलिटिक्स बाद में लेकिन ये रिलीजन या फिर तुम्हारा कास्ट बिना कुछ देखे लोगों की सेवा में विश्वास रखते हैं। हमारे तहसील के अब्दुल कलाम है। अच्छा, ऐसा लोग बहुत कम है। सच में इधर ये कि अच्छा लोग मिला, एक बड़ा अच्छा आदमी को मिला। मैं बहुत खुशी है। और ये संभाजी पटेल हमारे भाई, ये भी सब सोशल वर्कर है। ओके, ये पूरे हमारे गांव के युवा वर्ग है। ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവരെല്ലാം ഈ ഗാവിലെ പ്രധാനമായിട്ടുള്ള സോഷ്യൽ വർക്കേഴ്സാണ്. അപ്പോൾ ഇവരെ കണ്ടതിൽ വലിയ സന്തോഷം. ബഹുത് ഖുഷി ഹോ ഗയ. ശുക്രിയ, ബഹുത് ശുക്രിയ, ധന്യവാദ്. ഞാനിപ്പോൾ കോലാപ്പൂരിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഈ ഹോട്ടൽ നവരത്നിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഇവിടുത്തെ ഓണർ നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് കയറ്റി. അദ്ദേഹം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഹോട്ടൽ നവരത്ന. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച്. പുള്ളി ഇവിടെ ഉണ്ടായിരുന്നില്ല, കണ്ടില്ലല്ലോ. കിതർക്കയാ ആളിവിടെ ഇരിപ്പുണ്ട്. हेलो नमस्ते जी, आपका नाम? आदित्य पवार। ये जगह का नाम क्या है? मर्दी, कोल्हापुर गगनबावडा रोड, मर्दी। ओके, कोल्हापुर गगनबावडा रोड, मर्दी। हाँ, होटल नवरत्न हाँ, होटल नवरत्न ധാബ. मर्दी। ഓക്കെ, ശുക്രിയ ജി, ബഹുത് ശുക്രിയ. അപ്പോൾ അദ്ദേഹം നമുക്ക് ഭക്ഷണമൊക്കെ തന്നു കേട്ടോ. ഇവരൊക്കെ ഇവിടെ അടുത്തുള്ള ആളുകളാണ്. ഹലോ ഭായ്, कैसा है? ഓക്കെ ഭായ്, जा रहे? ഓക്കെ. അപ്പോൾ ഹോട്ടൽ നവരത്ന ഈ റൂട്ടിലൊക്കെ വരുന്നവർ ഫോളോ करते हैं। ഓക്കെ, താങ്ക് യു ഭായ്. അപ്പോൾ ഇത് ഇവിടുത്തെ ഹോട്ടൽ നവരത്നം പിന്നെ ധാബയും കൂടിയാണ്. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ പതിയെ നീങ്ങുകയാണ്. അപ്പോൾ ശരി, ജോപ്പൻ്റെ യാത്ര തുടരുകയാണ്.